നെഞ്ചരിച്ചിലൊരു വലിയ പ്രശ്നമായിരുന്നു അല്ലെ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അപ്പൊ നമുക്കിപ്പോ നെഞ്ചരിച്ചില് വളരെയധികം കുറവായിട്ട്. എത്ര കാലമായിട്ട് നെഞ്ചരിച്ചിന്റെ ബുദ്ധിമുട്ടുണ്ട്? എനിക്കൊരു 4-5 മാസമായിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് 4-5 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ സംസാരത്തിൽ കുക്കുംബറിനെ കുറിച്ച് അല്ലെ, കുക്കുംബർ കഴിക്കുമ്പോ എന്താ നമുക്ക് ഫീൽ ചെയ്യുന്നത്? കുക്കുംബർ ഞാൻ സാധാരണ ഒരു ഈവനിങ് ടൈമിൽ കഴിക്കാറ്. എല്ലാവരും അത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ നെഞ്ചരിച്ചിൽ പോലെയൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഐറ്റം അങ്ങനെ കാര്യമായിട്ട്. പക്ഷെ ഉച്ചയ്ക്കൊന്നും കഴിച്ചാൽ കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു വയറ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് പ്രോബ്ലമായിട്ട് കാണിക്കുന്നതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കിവിടെ ഓൾറെഡി ദഹന രസങ്ങൾ അസിഡിറ്റി കുറവാണ്, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും. ഈ കുക്കുംബർ ആണെങ്കിൽ ഭയങ്കര ആൽക്കലൈൻ സ്വഭാവമുള്ള ഒരു സാധനം. അപ്പൊ ആൽക്കലൈൻ സ്വഭാവമുള്ള വരുമ്പോ ഒന്നും കൂടി അസിഡിറ്റി തീരെ ഇല്ലാതെ അപ്പോ നമുക്ക് തീരെ ദഹിക്കില്ല. അപ്പൊ ദഹിക്കാണ്ട് വരുന്ന ഒരു നെഞ്ചരിച്ചിലാണ് നമുക്ക് വന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കുക്കുംബർ പറ്റില്ല. അതേസമയം ഭയങ്കരമായ അസിഡിറ്റികൾ എല്ലാ നേരവും ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് വരുന്ന ആൾക്കാർക്ക് കുക്കുംബർ കഴിച്ചാൽ അത് ക്ലിയർ ആവും, അത് സമാധാനമാവും. അമിതമായിട്ടുള്ള അസിഡിറ്റി ഉള്ളവർക്ക് കുക്കുംബർ, ആൽക്കലൈൻ സ്വഭാവമുള്ള കുക്കുംബർ കഴിക്കുമ്പോൾ നല്ലതാണ്. അതേസമയം തീരെ അസിഡിറ്റി ഇല്ലാത്തവർക്ക് കുക്കുംബർ കഴിച്ചാൽ അത് ഭയങ്കരമായ ഇൻഡൈജഷനോടുള്ള പല പല രോഗങ്ങളും വരാനായിട്ട് കാരണമാവും. ഓക്കെ, ശരി, താങ്ക് യു.